എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ചീനവല എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വയലാർ രാമവർമ്മ അവർ എഴുതി, ശ്രീ അർജുൻ മാസ്റ്റർ സംഗീതം ചെയ്ത് ശ്രീ ദാസേട്ടൻ പാടിയ തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ എന്ന ഗാനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സമർപ്പിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ റിക്വസ്റ്റ് നേരത്തെ വന്നിരുന്നു. റിക്വസ്റ്റ് ഒരു 15 പാട്ടുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ ഓരോ പാട്ടുകളും പഠിപ്പിക്കാം. ഇനിയും റിക്വസ്റ്റ് വേണ്ട പാട്ടുകൾ കമൻസിൽ എഴുതിയിട്ടാൽ മതി. സൗകര്യം പോലെ ഓരോന്നും ഓർഡറിലായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് എൻ്റെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം. അതുകൂടാതെ ബെല്ലൈക്കണം ഓളും അടിച്ച് ഞാനിടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ശ്രുതി 2 ഘട്ട, അതായത് ഡി. രാഗം മധ്യമാവധി. മധ്യമാവധിയിൽ വലിയ നിഷാദവും വലിയ ദൈവതവും ചെറിയ ഗാന്ധാരവും ടച്ചസ് വരുന്നിട്ടുണ്ട്. അപ്പോൾ അത് രാഗത്തിൽ നിന്ന് ഇതിൻ്റെ വരികളുടെ ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ പൊതുവെ മധ്യമാവധിയാണ് വരുന്നത്. ഇതാണ് മധ്യമാവധിയുടെ ഒരു ഫ്രെയിം. ഇതിൽ വലിയ നിഷാദവും വലിയ ദൈവതവും ചെറിയ ഗാന്ധാരവും ടച്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താളം ആദ്യ താളം ഞാൻ 2 വിരൽ ഷഡ്ജമായിട്ടാണ് വായിക്കുന്നത്, 2 ഫിംഗറിങ്. അപ്പോൾ സരി മാ പ നി സ സ നി പ മ രി സ. ഇതിൽ വലിയ നിഷാദം ആഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയ നിഷാദം ഹാഫ് നോട്ടായിട്ട് വരും. അതുപോലെ വലിയ ദായും വരുന്നുണ്ട്. പിന്നെ ചെറിയ ഗ അതും ടച്ച് വരുന്നുണ്ട്. അത് ടച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത്. അപ്പോൾ 2 ഫിംഗറിങ്ങിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ 12 സ്ട്രിങ്ങുള്ള ഗിറ്റാർ, അതിൻ്റെ കൂടെ ഗ്ലോക്കൺ സ്പെൽ എന്ന് പറഞ്ഞാൽ ഈ ജലതരംഗം പോലെയുള്ള ബെല്ലും കൂടി ചേർന്നിട്ടാണ് വായിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ മ്യൂസിക് 1 2 3 4 പ സ രി സ രി പ മ രി സ സ. ആദ്യം പ സ രി സ രി പ മ രി സ സ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഇത് ഗിറ്റാറിന്റെ ബിറ്റാണ്. ഞാൻ ഫ്ലൂട്ടിൽ വായിക്കാം. അതിന്റെ ബാക്കി രി മാ പ മാ പ സ നി പ മ മ രി മാ പ മാ പ സ നി പ മ മ.
അപ്പം ചേർന്ന് വായിക്കാം. ഒന്നുകൂടി വായിക്കാം. അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ വയലിൻ, ഗ്രൂപ്പ് വയലിൻ. പാവണ്ണി പമരി പാവണ്ണി പമരി 2 3 പാനി പമരി പാനി പമരി മരി അങ്ങനെ വരും. പാനി പമരി മരി സരി മാ പമരി സരി സ സരി മാ പമരി സരി സ 1 2. അപ്പൊ ചേർന്ന് വായിക്കാം. പാവണ്ണി പമരി മരി സരി മാ പമരി സരി സ ഒന്നിന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വയലിനും മറ്റേ ഗിറ്റാറും ഗ്ലോക്കൺ സ്പെല്ലും ബെല്ലും കൂടി ചേർത്തിട്ട് സരി മരി രി മ പ മ മരി രി സ സ സരി മരി രി മ പ മ മരി രി സ സ മരി മ പ മരി രി മരി സ സ സരി മരി രി മ പ മ മരി രി സ സ. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വായിക്കാം. ആദ്യം 12 സ്ട്രിംഗ് ഗിറ്റാറും ഗ്ലോക്കൺ സ്പെല്ലും, അതായത് ബെല്ല് ടോൺ, ഈ ജലതരംഗം ടോൺ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് വയലിൻ വരും. അവസാനം ഈ ബെല്ലും ചേർന്ന് വരും വയലിൻ്റെ കൂടെ. മൊത്തം വായിക്കാം. 1 2 3 4. വയലിന് വിട്ട് വന്നിട്ട് വായിക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. അത് കഴിഞ്ഞാൽ നേരെ പല്ലവി വരും. തളിർവലയോ പസനി സരി സരി പസനി സ തളിർവലയോ രി സരി ഗരി സരി. അവിടെ ചെറിയ ഗരി സരി ഗരി സ ഗ ടച്ച് വരും. അതാ ഭംഗിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ പസനി സരി സരി 1 2 ഗരി സരി തളിർവലയോ 1 2 ഗരി സരി. ഒന്നിന് വായിക്കാം. താമരവലയോ
രിപ മാമ പരി രി 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 താമര രിപ മാമ പരി താമര വലയോ രി 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 1 2 സരി സാരി രിപ മാമ പരി രി 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 1 2 സരി സാരി. ചേർത്ത് വായിക്കാം. താലിപ്പൊൻവലയോ പാസനിസ സസാ നിസനിസ പാസനിസ സസാ നിസനിസ നിൻ ശൃംഗാര നിൻ പാനിദസനി നി പ ശൃംഗാര പാനിദസനി നി പ അവിടെയാണ് വലിയതാ പാനിദസനി നി പ നിൻ ശൃംഗാര പാനിദസനി നി പ ചിപ്പിയിൽ വീണത് പാനിദസനി നി പ പ പ ചിപ്പിയിൽ വീണത് പാനിദസനി നി പ പ പ പാനിദസനി നി പ പ പ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് പാനിദസനി നി പാനിദസനി നി പ പ പ സ്വപ്നവലയോ മാ പ സനി സാ സനി പ വൻ സ്വപ്നവലയോ മാ പ സനി സാ സനി പ വൻ ഒന്നുകൂടി വൺ വൻ പുഷ്പവലയോ വൻ മാ പ സനി സാ വൻ പുഷ്പവലയോ വൻ മാ പ സനി സാ രി സനി സാ മാ പ സനി സാ 1 2 രി സനി സാ എന്ന് വരും. അപ്പൊ സ്വപ്നവലയോ പുഷ്പവലയോ ഏകദേശം ഒരേപോലെ വരും. അവസാനത്തിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. അപ്പൊ സ്വപ്നവലയോ ഇട്ട് വായിക്കാം. ഒന്നിൽ വായിക്കാം. സ്വപ്നവലയോ പുഷ്പവലയോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും തളിർവലയോ താമരവലയോ താലിപ്പൻ വലയോ അത്രയും വരും. അതാണ് ഈ പല്ലവിയുടെ ഓർഡർ. അപ്പം ഞാൻ ഫുള്ളായിട്ട് വായിക്കാം. ഒരു പല്ലവി മുഴുവൻ വന്നിട്ട് ആദ്യത്തെ തളിർവലയോ താമരവലയോ താലിപ്പൻ വലയോ അത്രയും വന്ന് നിൽക്കും. അപ്പം ഞാൻ മുഴുവനായിട്ട് വായിക്കാം. 1 2 3 4.
ഇതാണ് ഇൻട്രൊഡക്ഷനും ഇതിൻ്റെ പല്ലവിയും. ഇത് നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് ഓൾ അടിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത് എൻ്റെ ഈ പ്രോഗ്രാം വിജയിപ്പിച്ചു തരണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.